മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വാമദേവനോട് പറയുന്നുണ്ട്, കമലേശ്വരം തറവാട്ടിൽ നല്ലൊരു മാന്തായി കണ്ടുപിടിക്കുക, മാത്രമല്ല തെക്കേ മുറ്റത്ത് നല്ലൊരു സ്ഥലവും കണ്ടുപിടിച്ചേരെ. മഹാലക്ഷ്മി എന്ന് പറയുന്നവളെ അടക്കം ചെയ്യാനാ, ഇന്നത്തോടെ അവളുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കുമെന്ന് പറയുന്നു. മാത്രമല്ല കരുണയെ ചെന്ന് കണ്ട് വാക്കും കൊടുക്കുന്നുണ്ട്. അച്ഛൻ മോളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ആ ഒരു കർമ്മം ചെയ്യാൻ പോവുക. ഇനി ഒരു ദിവസം പോലും മഹാലക്ഷ്മി ജീവനോടെ കാണില്ല. മോഹിനിയുടെ പിറന്നാൾ ദിവസമായ ഇന്ന് മോഹിനിക്ക് ഒരു വയസ്സ് കൂടുമ്പോഴത്തേക്കും അവളുടെ കൺമുന്നിൽ വെച്ച് തന്നെ അവളുടെ മകളെ ഞാനിന്ന് തീർക്കും. അതോടെ എല്ലാ പിറന്നാളിനും അവൾ ഓർത്തോർത്ത് സങ്കടപ്പെടണം. എൻ്റെ കുഞ്ഞിൻ്റെ സങ്കടം കണ്ട് സന്തോഷിക്കുന്ന അവളും എല്ലാവരും ആ ദുഃഖത്തിൽ പങ്കുചേരണം എന്ന് പറയുമ്പം കരുണ പറയുന്നുണ്ട്, അച്ഛനല്ലേ പറയുന്നത്, എത്ര തവണയായി, അതുകൊണ്ട് എനിക്ക് വിശ്വാസമില്ല. അച്ഛൻ ഇത് ഇത്രാമത്തെ തവണയെ വാക്ക് പറയുന്നതെന്നറിയാമോ, അതുകൊണ്ട് വിശ്വാസമില്ല. ആദ്യം നടപ്പാക്ക്, എന്നിട്ട് വിശ്വസിക്കാം എന്ന് പറയുമ്പോൾ പ്രതാപം പറയുന്നു, എല്ലാ തവണത്തെയും പോലെയല്ല, ഇത്തവണ ഞാനത് നടത്തിയിരിക്കും. എങ്കിൽ പിന്നെ അച്ഛൻ എന്തായാലും ജയിലിലേക്ക് പോകുന്നുണ്ട്. കൂട്ടത്തിൽ ആ കണ്ണനെയും കൂടി അങ്ങ് തീർത്തേരെ. എന്തായാലും മഹാലക്ഷ്മി ഇല്ലാത്ത ലോകത്ത് എൻ്റെ ജീവിതം തകർന്നാലും എനിക്കത് വലിയ സങ്കടമൊന്നുമില്ല എന്ന് പറയുമ്പോൾ, മോളുടെ ഇഷ്ടം അതാണെന്നുണ്ടെങ്കിൽ അതും കൂടി ഞാൻ ചെയ്തേക്കാം. അച്ഛൻ നിയമത്തിന് മുമ്പിൽ കീഴടങ്ങുകയാണെങ്കിൽ ഇതിനെല്ലാം കാരണക്കാരനായ ആ അമ്മാവൻ്റെ പേരും കൂടി പറഞ്ഞേക്കണം. പിന്നെ ഞാൻ ജയിലിൽ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അയാളെയും കൂടി കൊണ്ടേ പോകൂ. എന്നെ ചോദ്യം ചെയ്യുമ്പം ഇതിനെല്ലാം കാരണക്കാരൻ എന്നെയും കൊണ്ട് ചെയ്യിപ്പിച്ചത് അയാളാണെന്ന് ഞാൻ തുറന്നു പറഞ്ഞിരിക്കും എന്ന് പറഞ്ഞ് വാക്ക് പറഞ്ഞ് തിരികെ കരുണാലയത്തിലേക്ക് വരുന്നുണ്ട് പ്രതാപൻ നല്ല കലിയോടെ. കാരണം മഹാലക്ഷ്മി കണ്ണനും കൂടി ചേർന്ന് തൻ്റെ മകളെ അവിടെ വേറെ ഒരു വേലക്കാരിയായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. തൻ്റെ അമ്മയ്ക്കും അത് ഭയങ്കര സങ്കടമായിരിക്കുന്നു. ദുർഗ അയച്ചു തന്ന ആ വീഡിയോയിൽ നിന്നും പ്രതാപന് കലിയുടെ ഉച്ചാന്തലയ്ക്ക് എത്തിയിരിക്കുന്നുണ്ട്. അപ്പം എന്തായാലും കണ്ണൻ്റെ മുമ്പിൽ വെച്ച് ധൈര്യമായിട്ട് മഹാലക്ഷ്മിയെ കൊല്ലാമല്ലോ. കണ്ണന് പ്രതികരിക്കാനോ എണീക്കാനോ ഒന്നും പറ്റില്ലല്ലോ. മോഹിനി അമ്മയുടെ പിറന്നാൾ ദിവസം എന്തായാലും അനന്തുവോ സാഗറോ അല്ലെങ്കിൽ ലോപ്പസോ ആരും കാണില്ല. മാർക്കോയെ പിന്നെ പേടിക്കേണ്ടേ ആവശ്യമില്ല. ഇങ്ങനെ കർമ്മം ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. അപ്പോൾ മാർക്കോയുടെ കയ്യിൽ നിന്നും കിട്ടുന്ന തല്ലിനെക്കുറിച്ച് ആലോചിച്ച് പേടിക്കുകയേ വേണ്ട. എല്ലാം കരുതി കൂട്ടിയാണ് പ്രതാപൻ വന്നിരിക്കുന്നത്. അങ്ങനെ പിറന്നാൾ ദിവസം എല്ലാവരും സന്തോഷത്തോടെ ഫുഡൊക്കെ കഴിക്കാനിരിക്കുന്ന സമയത്ത് മുത്തശ്ശിക്കാണെങ്കിൽ യാതൊരു സന്തോഷവും സമാധാനവും ഇല്ല. കാരണം കണ്ണൻ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ തയ്യാറല്ല. തൻ്റെ അച്ഛനെയും തന്നെയും വീൽചെയറിലാക്കിയ പ്രതാപന് അയാൾ വിധിച്ചിരിക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് കരുണയെ ദ്രോഹിക്കുക എന്നതാണ്. കരുണയ്ക്ക് സങ്കടം വന്നാൽ മാത്രമേ അതിൻ്റെ വിഷമം മുത്തശ്ശിക്കും അതുപോലെ പ്രതാപനും കൊള്ളുവെന്ന് വ്യക്തമായിട്ട് കണ്ണൻ അറിയാവുന്നത് കൊണ്ട് കൊള്ളേണ്ടടുത്ത് തന്നെയാണ് പ്രതികാരം എന്ന രൂപത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം തൻ്റെ മകളോട് കൊച്ചുമകളോട് ചെയ്യുന്ന ആ ഒരു ശിക്ഷയ്ക്ക് യാതൊരു അറുതിയും കണ്ണൻ വരുത്തത്തില്ല എന്ന് പറഞ്ഞപ്പം മുതൽ മുത്തശ്ശിക്ക് വീണ്ടും സങ്കടം. അതുകൊണ്ട് വലിയ സന്തോഷമൊന്നും പിറന്നാൾ പാർട്ടിക്ക് മുത്തശ്ശിക്കില്ല. അങ്ങനെ ഫുഡൊക്കെ കഴിക്കാനിരിക്കുന്ന സമയത്ത് പ്രതാപൻ കലിയോടെ കയറി വരുന്നുണ്ട്. വന്ന പാടെ നേരെ വന്ന് മഹാലക്ഷ്മിയുടെ കഴുത്തിന് ഇടത് കൈ കൊണ്ട് കുത്തിപ്പിടിച്ച് വലത് കൈ കൊണ്ട് കയ്യിലിരിക്കുന്ന ആയുധം, അതായത് കത്തി എടുത്തതിന് ശേഷം അതിൻ്റെ കൂട് വാ കൊണ്ട് കടിച്ച് വലിച്ചു കളഞ്ഞ് കയ്യിലിരിക്കുന്ന കത്തിയും കൊണ്ട് മഹിയെ ചൂണ്ടി നിൽക്കുമ്പോഴത്തേക്കും മോഹിനിയമ്മ അലറി വിളിച്ച് കരയുന്നുണ്ട്. പ്രതാപേട്ട, എൻ്റെ മകളെ ഒന്നും ചെയ്യരുത്, എൻ്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യരുതെന്ന് കെഞ്ചി കരഞ്ഞു പറഞ്ഞിട്ടും പ്രതാപൻ കൂസൽ കാണിക്കുന്നില്ല. അതേസമയം വേണ്ട, ഒന്നും ചെയ്യരുതെന്ന് കണ്ണനും അവിടെ ഇരുന്ന് ദയനീയമായിട്ട് ദേഷ്യത്തോടെ പറയുന്നുണ്ട്. അതേസമയം മുത്തശ്ശിയും പറയുന്നു, വേണ്ടടാ പ്രതാപ, ഇനി നമ്മളായിട്ട് ഒരു ശല്യത്തിനും പോണ്ടടാ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രതാപൻ എവിടെ കേൾക്കാൻ. പ്രതാപൻ ഉറച്ച തീരുമാനം എടുത്താണ് വന്നിരിക്കുന്നത്, തൻ്റെ മകളുടെ സന്തോഷം കാണുക എന്നതിന് വേണ്ടിയിട്ട്. കത്തിയും കൊണ്ട് ആഞ്ഞു കുത്താനൊരുങ്ങുന്ന സമയത്ത് മഹാലക്ഷ്മിയാണെങ്കിൽ പ്രതാപൻ്റെ കൈ തട്ടി തെറിപ്പിച്ച് മുറ്റത്തേക്ക് ഇറങ്ങി ഓടുന്നുണ്ട്. പിന്നാലെ പ്രതാപൻ കത്തിയും കൊണ്ട് മഹിയുടെ പിന്നെ ചാടി ചെല്ലുമ്പോഴത്തേക്കും മുത്തശ്ശിയും അതുപോലെ മോഹിനിയമ്മയും പിന്നാലെ ചെല്ലുന്നു, മകളെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുമേഷേട്ടനാണെങ്കിൽ പ്രതാപനെ പിടിച്ച് തടയാനൊരുങ്ങുന്ന സമയത്ത് സുമേഷിനെ തള്ളി തെറിപ്പിച്ച് താഴെ ഇടുന്നുണ്ട്. അങ്ങനെ കത്തിയെടുത്ത്, നീ ഇനി ജീവിച്ചിരുന്ന എൻ്റെ മകൾക്ക് തന്നെയാടി അത് ദോഷം, നീ ഇനി ഒരു നിമിഷം ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കത്തിയെടുത്ത് ആഞ്ഞ് കുത്താനൊരുങ്ങുന്നതും മഹിയാണെങ്കിൽ ഒച്ച വെച്ച് അലറി കരയുന്നുണ്ട്. പെട്ടെന്ന് പ്രതാപൻ്റെ പിന്നിൽ നിന്നും ഒരു ആഞ്ഞ് ചവിട്ട് കിട്ടി പ്രതാപൻ നിലത്ത് വീണ് നോക്കുമ്പോഴത്തേക്കും പ്രതാപൻ്റെ കണ്ണിനെ പോലും വിശ്വസിപ്പിക്കാൻ പറ്റാത്ത രൂപത്തിൽ കണ്ണനാണെങ്കിൽ ചാടി എണീറ്റ് നിൽക്കുന്നു. അത് കണ്ട് മുത്തശ്ശിയും പ്രതാപനും കിളി പോയ പോലെ നിൽക്കുവാണ്. കാരണം അവർക്ക് രണ്ടുപേർക്കും അറിയില്ലല്ലോ കണ്ണ എണീറ്റ് നടക്കാൻ തുടങ്ങിയെന്ന്. പല രൂപത്തിൽ സംശയം ഉണ്ടെങ്കിലും അത് തൻ്റെ കണ്ണാലെ ഇന്ന് വരെ കണ്ടുറപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഒരു സുഹൃത്ത് കൂട്ടുകാരൻ വന്ന് പറഞ്ഞെങ്കിലും കണ്ണാലെ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഇപ്പോഴും കണ്ണൻ വീൽചെയറിൽ തന്നെയാണെന്നുള്ള പ്രതീക്ഷയിലാണ് കണ്ണൻ്റെ മുമ്പിൽ വെച്ച് തന്നെ
മഹാലക്ഷ്മിയെ കൊല്ലാൻ വേണ്ടിയിട്ട് വന്നത്. മാർക്കോയെയും മറ്റാരെയും പേടിക്കുന്നത് പോലെ കണ്ണനെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തായാലും കണ്ണൻ തലങ്ങും വിലങ്ങും തല്ലി അടിവയറ്റിലുള്ള ചോര വരെ പ്രതാപനെ കൊണ്ട് ഛർദ്ദിപ്പിക്കുന്നുണ്ട്. ശേഷം ആ പ്രതാപൻ കത്തിയാലെ മഹാലക്ഷ്മിയെ കുത്താൻ പോയ അതേ കത്തിയെടുത്ത് അയാളെ ആഞ്ഞു കുത്താനൊരുങ്ങുന്ന സമയത്ത് അയ്യോ വേണ്ട മോനെ എന്ന് പറഞ്ഞുകൊണ്ട് മോഹിനി അമ്മയും കണ്ണേട്ടാ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മിയും മുത്തശ്ശിയാണെങ്കിൽ കണ്ണൻ്റെ 2 കാലിലും തൊഴുതു പിടിച്ച് എൻ്റെ മോനെ ഒന്നും ചെയ്യരുതേ, കണ്ണൻ മോനെ എൻ്റെ മോനെ ഒന്നും ചെയ്യരുത് എന്നും പറഞ്ഞിട്ട് കരഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും കണ്ണൻ എന്ത് വേണം എന്നറിയാൻ വയ്യാതെ നിൽക്കുന്നു. എന്തായാലും പ്രതാപനെ കൊല്ലത്തൊന്നുമില്ല. പക്ഷേ ഈ വിവരങ്ങൾ അറിയുമ്പോൾ കരുണയ്ക്ക് വല്ല അറ്റാക്കും വന്നില്ലേ ഉള്ള അതിശയം. കാരണം ഒരു തവണ ലോറി ഇടിപ്പിച്ച് മഹിയും കണ്ണനെയും കൊല്ലാൻ പോയിട്ട് അച്ഛന് മാനസിക നില തെറ്റി ഒടുക്കം സത്യങ്ങളെല്ലാം അച്ഛൻ എല്ലാവരെയായിട്ട് അറിയിച്ചു. അങ്ങനെ സത്യങ്ങളെല്ലാം കണ്ണൻ അറിഞ്ഞതിൻ്റെ പേരിൽ വീട്ടിൽ വേറെ ഒരു ജോലിക്കാരിയായിട്ട് നിൽക്കേണ്ടി വരുന്നു. ഇത്തവണ മഹാലക്ഷ്മിയെ കൊല്ലാൻ പോയിട്ട് കണ്ണൻ എണീറ്റ് നടക്കാൻ തുടങ്ങി എന്നുള്ള കാര്യം അറിഞ്ഞ് കരുണയ്ക്ക് അറ്റാക്ക് വന്നില്ലേലല്ലേ ഉള്ള അതിശയം. കാരണം എല്ലാ അർത്ഥത്തിലും താൻ വെറും ഒരു പരാജയമായി. ഉണ്ണിയേട്ടന് സൗന്ദര്യമുണ്ട്, നല്ല നടക്കാനും സ്വാധീനമൊക്കെ ഉള്ളൊരാളാണെന്ന് വിചാരിച്ചിട്ടാണ് സ്വത്തുക്കളും കമലേശ്വരത്തെ എല്ലാ സൗഭാഗ്യങ്ങളും തങ്ങൾക്ക് മാത്രമേ വന്നു ചേരൂ. വീൽചെയറിലിരിക്കുന്ന അയാൾക്ക് ഒരിക്കലും ഒരു കുഞ്ഞുണ്ടാകില്ല. ജീവിതകാലം മുഴുവനും കണ്ണൻ്റെ വീൽചെയർ തള്ളി മഹാലക്ഷ്മിയുടെ ജീവിതം കഴിക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ചിട്ട് ഏറ്റവും അവസാനം തൻ്റെ ജീവിതമാണ് ആ അവസ്ഥയിലെത്തിയത്. മഹിയുടെ ജീവിതം എല്ലാ അർത്ഥത്തിലും ഒരു വിജയമാണ് എന്നറിയുന്ന മഹാലക്ഷ്മിയെ കാണുന്ന കരുണ ഇനി എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത്? ഈ സത്യങ്ങളൊക്കെ അറിയുന്ന വാമദേവൻ്റെയും ദുർഗയുടെയും ഉണ്ണിയുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. കാത്തിരിക്കാം.